IPL 2026-ൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ ഒരു തകർപ്പൻ വിജയത്തിലൂടെ തോൽപ്പിച്ചു. ഹൈ സ്കോറിംഗ് മത്സരമായിരുന്നു ഇത്. 2026 ഏപ്രിൽ 28-ന് മുല്ലൻപൂരിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഈ മത്സരം. പഞ്ചാബ് കിങ്സ് 5 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയ 208 റൺസ് എന്ന വലിയ സ്കോർ രാജസ്ഥാൻ റോയൽസ് വിജയകരമായി ചേസ് ചെയ്ത് സ്വന്തമാക്കി. 2 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റിനായിരുന്നു അവരുടെ ഈ നിർണായക വിജയം. ഈ ജയത്തോടെ റോയൽസ് ലീഗ് പോയിന്റ് പട്ടികയിൽ തങ്ങളുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചു. മാർച്ച് 28 മുതൽ മെയ് 31 വരെ നടക്കുന്ന ഈ ടൂർണമെന്റിൽ രാജസ്ഥാൻ റോയൽസ് എത്രത്തോളം കരുത്തരാണെന്ന് ഈ പ്രകടനം വ്യക്തമാക്കുന്നു. പഞ്ചാബ് കിങ്സിന്റെ ഹോം ഗ്രൗണ്ടായ മുല്ലൻപൂർ സ്റ്റേഡിയത്തിൽ 38,000 കാണികളെ ഉൾക്കൊള്ളുന്ന ഈ സ്റ്റേഡിയത്തിൽ അഗ്രസീവായ ബാറ്റിംഗും തന്ത്രപരമായ ബോളിംഗ് മാറ്റങ്ങളുമൊക്കെ കണ്ട ആവേശകരമായൊരു മത്സരത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. സാധാരണഗതിയിൽ സന്തുലിതമായ പിച്ചായിരുന്നു ഇവിടെ. പക്ഷേ പവർ പ്ലേക്ക് ശേഷം ഇത് ബാറ്റ്സ്മാൻമാരെ കൂടുതലായി തുണച്ചു. പിച്ച് അതിന്റെ സ്വഭാവം കാണിച്ചപ്പോൾ ഇരു ടീമുകൾക്കും ഉയർന്ന സ്കോറുകൾ നേടാൻ സാധിച്ചു. കടുപ്പമേറിയ ലീഗ് ഘട്ടത്തിലൂടെ ഇരു ടീമുകളും മുന്നോട്ടു പോകുമ്പോൾ ഈ മത്സരഫലം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ടോപ്പ് കണ്ടന്റർമാരിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ലക്ഷ്യമിടുന്നത്. പഞ്ചാബ് കിങ്സ് മികച്ച പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ അവർക്ക് ഇനിയും സാധിക്കുന്നില്ല എന്നത് ഒരു വെല്ലുവിളിയാണ്. അവരുടെ തന്ത്രങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്രധാന മേഖലയാണിത്. പഞ്ചാബ് കിങ്സ് ആദ്യം ബാറ്റ് ചെയ്ത് 5 വിക്കറ്റിന് 208 റൺസാണ് നേടിയത്. ഓപ്പണറായ പ്രഭ്സിമ്രാൻ സിംഗ് 44 പന്തിൽ നിന്ന് 59 റൺസെടുത്ത് ഇന്നിംഗ്സിന് ഒരു മികച്ച തുടക്കം നൽകി. തുടക്കം മുതൽക്കേ നല്ല വേഗതയിൽ റൺസടിച്ചു. അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകിയത് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ മാർക്കസ് സ്റ്റോയിനിസ് ആയിരുന്നു. വെറും 22 പന്തിൽ നിന്ന് 62 റൺസെടുത്ത് സ്റ്റോയിനിസ് മധ്യ ഓവറുകളിൽ ഇന്നിംഗ്സിന് നിർണായകമായ കുതിപ്പ് നൽകി. 2025-ൽ പഞ്ചാബ് കിങ്സിലെത്തിയ സ്റ്റോയിനിസ് തന്റെ മികച്ച ഫോം തുടർന്ന് വെടിക്കെട്ട് ബാറ്റിംഗിലുള്ള തന്റെ കഴിവ് ഒന്നുകൂടി തെളിയിച്ചു. ബാറ്റിംഗിന് അനുകൂലമായ മുള്ളൻപൂർ പിച്ചിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബൌളർമാർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. 2026 സീസണിൽ ഇവിടെ ആദ്യ ഇന്നിംഗ്സിലെ ശരാശരി സ്കോർ 212 റൺസാണ്. ഈ റൺ മഴയ്ക്കിടയിലും പരിചയസമ്പന്നനായ പേസർ സന്ദീപ് ശർമ്മ ഒരു നിർണായക വിക്കറ്റ് നേടി. റോയൽസിന് വേണ്ടി സമ്മർദ്ദഘട്ടങ്ങളിൽ മികവ് കാട്ടാനുള്ള തന്റെ കഴിവ് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചു. പരിക്കേറ്റ ഒരാൾക്ക് പകരമായി അടുത്തിടെ റോയൽസ് ടീമിലെത്തിയ ശ്രീലങ്കൻ ഓൾറൗണ്ടറായ ദസുൻ ഷനക തന്റെ ഓൾറൗണ്ട് കഴിവുകൾ കൊണ്ട് ടീമിന് സംഭാവന നൽകിയെങ്കിലും കിങ്സിന്റെ ഈ ആക്രമണോത്സുകമായ ബാറ്റിംഗ് നിരയെ പിടിച്ചു നിർത്താൻ ബൌളർമാർക്ക് കാര്യമായി കഴിഞ്ഞില്ല. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ശക്തമായ ഒരു ചേസ് തന്നെയാണ് നടത്തിയത്. അതിന് ചുക്കാൻ പിടിച്ചത് ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഡൊനോവൻ ഫെറേറയുടെ തീപ്പൊരി ഇന്നിംഗ്സ് ആയിരുന്നു. 2026 സീസണിലേക്ക് റോയൽസ് തിരികെ ടീമിലെത്തിച്ച ഫെറേറ്റ് വെറും 26 പന്തിൽ നിന്ന് 52 റൺസാണ് അടിച്ചുകൂട്ടിയത്. ചേസിന് ആവശ്യമായ തുടക്കം നൽകാൻ ഫെറേറയുടെ ഈ ഇന്നിംഗ്സിന് സാധിച്ചു. റോയൽസിന്റെ പ്രധാന താരവും 2026 സീസണിലും അവർ നിലനിർത്തിയതുമായ ഇന്ത്യൻ യുവതാരം ധ്രുവ് ജൂറൽ 20 പന്തിൽ 16 റൺസെടുത്ത് മധ്യനിരയിൽ നല്ലൊരു പിന്തുണ നൽകി. ധ്രുവ് ജൂറൽ അത്ര വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചില്ലെങ്കിലും രാജസ്ഥാൻ റോയൽസ് മികച്ച റൺനിരക്ക് നിലനിർത്തി. മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ അതിവേഗ ഔട്ട്ഫീൽഡിൽ നിന്ന് അവർ നിരന്തരം ബൗണ്ടറികൾ വാരിക്കൂട്ടിക്കൊണ്ടിരുന്നു. മത്സരം ആവേശകരമായ ഫിനിഷിലേക്കെത്തുകയായിരുന്നു. അവസാന ഓവറിൽ രാജസ്ഥാൻ റോയൽസ് വിജയമുറപ്പിച്ചു. IPL 2026 ലീഗ് ഘട്ടത്തിൽ ഈ വിജയം റോയൽസിന്റെ പോയിന്റ് പട്ടികയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കും. 10 ടീമുകൾക്കും പ്ലേ ഓഫിന് മുൻപ് 14 മത്സരങ്ങൾ വീതമാണ് കളിക്കാനുള്ളത്. ശ്രേയസ് അയ്യരുടെ നായകത്വത്തിലുള്ള പഞ്ചാബ് കിങ്സ് വരും മത്സരങ്ങൾക്കായി ഒരുങ്ങുമ്പോൾ അവരുടെ ബോളിംഗ് പ്രകടനം തീർച്ചയായും വിലയിരുത്തും. സ്വന്തം തട്ടകത്തിൽ വലിയ സ്കോർ പ്രതിരോധിക്കുന്നതിൽ അവർക്ക് എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് അവർ പരിശോധിക്കും.